2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് മാധ്യമങ്ങളെ കാണും. ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചും ബംഗ്ലാദേശിലേക്കുള്ള മടക്കം സംബന്ധിച്ചും പ്രഖ്യാപനമുണ്ടാകും. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ആവർത്തിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാനെ ഇന്ത്യ ക്ഷണിച്ചിട്ടുമുണ്ട്. The interaction that you are referring to is being organized by a private media entity. The government has no involvement whatsoever in it. Neither does it endorse any views that may be expressed at the forum. VR കാർത്തിക് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, അങ്ങനെ ഷെയ്ഖ് ഹസീന 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അതൊരു പൊതുപരിപാടിയിൽ അതൊരു ഓൺലൈൻ അഭിസംബോധനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും എന്തൊക്കെ പ്രതീക്ഷിക്കണം? നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, മടങ്ങിപ്പോക്ക് സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ള ആലോചന, ഇതൊക്കെ ആ വേദിയിൽ പറയും എന്നാണോ കരുതുന്നത്? എൽദോ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമോ എന്ന നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നമുക്കറിയാം, 16 വർഷം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന 2024 ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അവർക്ക് അധികാരം നഷ്ടമാകുന്നതും തുടർന്ന് ഇന്ത്യയിൽ അഭയം തേടുന്നതും. അന്ന് മുതൽ ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീന ഉള്ളത്. പല ഘട്ടങ്ങളിലും പ്രസ്താവനകളും അഭിമുഖങ്ങളും ഷെയ്ഖ് ഹസീന നൽകിയിരുന്നു എങ്കിലും പരസ്യമായി പൊതുവേദിയെ അഭിസംബോധന ചെയ്ത് ഷെയ്ഖ് ഹസീന ഇതുവരെ സംസാരിച്ചിട്ടില്ല. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഇന്ന് ഒരു പൊതുവേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഇന്ന് ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലാണ് ഷെയ്ഖ് ഹസീന സംസാരിക്കുന്നത്. ഓൺലൈനായാണ് പങ്കെടുക്കുന്നത് എങ്കിൽ കൂടിയും ഷെയ്ഖ് ഹസീനയുടെ തുടർന്നുള്ള നീക്കങ്ങൾ പ്രഖ്യാപിക്കുന്ന നിർണായക വേദിയായി അത് മാറും. തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലേക്കുള്ള മടക്കത്തെക്കുറിച്ചും അടക്കം ഈ യോഗത്തിൽ ഷെയ്ഖ് ഹസീന അവരുടെ നിലപാട് വ്യക്തമാക്കും എന്നാണ് സൂചന. ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ബംഗ്ലാദേശിലെ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും നയതന്ത്രജ്ഞരും ഈ ചർച്ചയിൽ പങ്കാളികളാകും. മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ മകനും മുൻ ICT ഉപദേഷ്ടാവുമായ സജീബ് വാസിദ് അടക്കമുള്ളവരും ഈ ചടങ്ങിൽ ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ഓൺലൈനായി പങ്കെടുക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലായി ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസവും ഇവർ അഭിസംബോധന ചെയ്യുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയും ബംഗ്ലാദേശ് ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. ഷെയ്ഖ് ഹസീന തിരിച്ചെത്തി നിയമ നടപടികൾ നേരിടണമെന്നും വരണമെന്നുണ്ടെങ്കിൽ വരാമെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും നിയമ നടപടികൾ സ്വാഭാവികമായി നടക്കും എന്നുമാണ് ബംഗ്ലാദേശിൻ്റെ പ്രതികരണമായി വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്ത്യ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വക്താവ് കൂടിയായ രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഒരു സ്വകാര്യ പരിപാടിയാണിത്, ഒരു മീഡിയ എൻറ്റിറ്റി സംഘടിപ്പിക്കുന്ന ഒരു സ്വകാര്യ പരിപാടിയാണ്. ഇതിൽ സർക്കാരിന് എന്തെങ്കിലും പങ്കില്ല. അതിൽ ഷെയ്ഖ് ഹസീന എന്ത് അഭിപ്രായം പറയുന്നുവോ അതിനെ പിന്താങ്ങാനോ അതിനെ തള്ളിക്കളയാനോ ഒന്നും ഇന്ത്യയില്ല. അതായത് എൻഡോഴ്സ് ചെയ്യുന്നില്ല എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത്തരത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകുമോ എന്ന ആശങ്കയുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ. എന്തായാലും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയ ശേഷം അവിടെ ആദ്യഘട്ടത്തിൽ താൽക്കാലികമായി ഒരു സർക്കാരായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിലൂടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ഇപ്പോൾ താരിഖ് റഹ്മാനാണ് ഉള്ളത്. താരിഖ് റഹ്മാനെ അടുത്ത മാസം ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ സംസാരിക്കാനായി ക്ഷണിച്ചിട്ടുമുണ്ട്. അദ്ദേഹം സെപ്റ്റംബർ 12-13 തീയതികളിലാണ് അത് നടക്കുന്നത്. ഇന്ത്യയിലേക്ക് അദ്ദേഹം വരാനിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇന്നത്തെ ഈ രാഷ്ട്രീയ നീക്കത്തെ കാണാനും. എന്തായാലും വൈകിട്ട് 6 മണിക്കാണ് ഈ പരിപാടി. ഷെയ്ഖ് ഹസീന 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലേക്കെത്തി നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് അവർ പ്രഖ്യാപിക്കുക, അതിനനുസരിച്ചിരിക്കും തുടർന്നുള്ള ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാവി എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എൽദോ, റൈറ്റ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു വേദിയെ തന്നെ അതിനെ കണക്കാക്കണം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താനുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് VR കാർത്തിക് റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകി ബംഗ്ലാദേശ് തുടരെ ആവർത്തിക്കുന്നു വിട്ടു നൽകണമെന്ന്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ
പൊതുപരിപാടിയിൽ പൊതുവേദിയിലേക്ക് അവർ എത്തുന്നത് ആദ്യമായി 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നിർണായകമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്.